എഞ്ചിനീയറിംഗ് ആസ്പിരൻസ് എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ ഏറെ നാളായി കാത്തിരുന്ന ഒരു പരീക്ഷയാണ് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം. ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഈ വരുന്ന ഓഗസ്റ്റ് 29 വരെ നമുക്ക് ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ മുൻപായിട്ട് ഒരു പരീക്ഷയെ നമ്മൾ നേരിടുന്നതിന് മുൻപ് ആദ്യം തന്നെ ആ പരീക്ഷയുടെ പാറ്റേൺ നല്ല രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അപ്പോൾ RRB JEE എക്സാമിലോട്ട് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടായിരിക്കും ഈ പരീക്ഷ നടത്തുന്നത്. 2 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന ഈ CBT1, CBT2 എന്ന 2 ഓൺലൈൻ എക്സാംസിന് ശേഷം തുടർന്ന് നിങ്ങൾക്ക് മെഡിക്കൽ ടെസ്റ്റും അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് മെയിനായിട്ടും ഈ എക്സാമിന് ചോദിക്കുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, അതിൽ നിന്ന് എത്ര വെയിറ്റേജിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കാം. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ആദ്യഘട്ട പരീക്ഷയായ CBT1 അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1ൻ്റെ സിലബസ് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായും ഈ കൊടുത്തിരിക്കുന്ന 4 ഏരിയാസിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്. ഇതിൽ മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ 30 മാർക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് 30 ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്കുണ്ടായിരിക്കുക. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് പരിശോധിച്ചാൽ 25 മാർക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് 25 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ജനറൽ അവയർനെസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മാർക്കിന് കറസ്പോണ്ടിങ് ആയി 15 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അവസാനമായിട്ട് ജനറൽ സയൻസ് നോക്കുകയാണെങ്കിൽ 30 മാർക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് 30 ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 100 ആണ്. അതുപോലെ തന്നെ ടോട്ടൽ മാർക്സും 100 തന്നെയാണ്. എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 90 മിനിറ്റ് ആയിരിക്കും. അതുപോലെ ഈ RRB JEE എക്സാം നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ പരീക്ഷയുടെ ക്വാളിഫൈങ് മാർക്സ് അല്ലെങ്കിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് 40% കുറയുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ ഈ ചോദ്യങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തെറ്റായി മാർക്ക് ചെയ്യുകയാണെങ്കിൽ 1/3 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ടും പോകുന്നതായിരിക്കും. ഈ എക്സാമിന് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് ഒരിക്കലും ഫൈനൽ റിസൾട്ടിന്റെ കാൽക്കുലേഷന് വേണ്ടി ആഡ് ചെയ്യുന്നതല്ല. ഇത് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ്. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ 2ാം ഘട്ടമായ CBT2 പരീക്ഷയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്നതൊക്കെ ഏത് ഏരിയയിൽ നിന്നാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ജനറൽ അവയർനെസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, ടെക്നിക്കൽ എബിലിറ്റീസ്. ഇത്രയും മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇനി ഓരോന്നും സബ്ജക്റ്റ് വൈസ് നമുക്കൊന്ന് നോക്കാം. ജനറൽ അവയർനെസ് ആണെങ്കിൽ 15 മാർക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണെങ്കിൽ അതുപോലെ തന്നെ 15 മാർക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ 10 മാർക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് 10 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ ആണെങ്കിൽ 10 മാർക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് 10 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ വരുന്നത് ടെക്നിക്കൽ എബിലിറ്റീസ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഏത് ട്രേഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണോ ആ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് 100 ചോദ്യങ്ങളും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 100 മാർക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 120 മിനിറ്റ് ആണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നെഗറ്റീവ് മാർക്കിംഗ് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ഒരു തെറ്റുത്തരത്തിന് 1/3 മാർക്ക് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം പരീക്ഷ എഴുതാൻ. മാത്രവുമല്ല ഈ 2ാം ഘട്ടമായ CBT2 എക്സാം എഴുതുന്ന സമയത്ത് ഒരു വിർച്വൽ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് പ്രൊവൈഡഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കുറച്ചും കൂടെ ന്യൂമറിക്കൽ അല്ലെങ്കിൽ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് RRB JEE എക്സാമിൻ്റെ ഒരു സിലബസ് പാറ്റേൺ വരുന്നത്. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഏതൊക്കെ ഏരിയാസിൽ നിന്ന് ചോദ്യങ്ങൾ എത്ര മാർക്കിന് പ്രതീക്ഷിക്കാം എന്ന് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ആ പാറ്റേൺ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. വെയിറ്റേജും മാർക്കും എല്ലാം നോക്കി മനസ്സിലാക്കിയതിന് ശേഷം പ്രിപ്പറേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിച്ച് ഒരു ഗവൺമെന്റ് ജോലി, ഒരു കേന്ദ്ര സർക്കാർ ജോലി തന്നെ നിങ്ങൾ എല്ലാവരും നേടാൻ സാധിക്കട്ടെ. Start your preparations for engineering competitive exams from top educators. Learn from the best.